എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പിസ്സ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെറു ചൂട് പാലിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 2 സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിലേക്കൊരു 2 സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഇത് 2 സവാളയാണ്, കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞിട്ട് അതിങ്ങനെ ഇതിൽ നിന്ന് വിടർത്തി എടുക്കണം. അങ്ങനെ കട്ടിയായിട്ടല്ല, ഓരോരോ ഇതായിട്ട് മാറ്റിയെടുക്കണം. പിന്നെ ഇതൊരു 2 പഴുത്ത തക്കാളി, അതും ഇങ്ങനെ ഇതേമാതിരി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ക്യാപ്സിക്കം. ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മാവ് ഒന്ന് കുഴച്ച് വയ്ക്കാൻ ഇത് ആവശ്യമുള്ള മൈദ എടുത്തിട്ട്, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചിട്ട് വരാം. അപ്പോൾ കുഴയ്ക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർത്ത് ഇനി ഈ പാലും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് എടുക്കണം. അപ്പോൾ ഞാനൊന്ന് കുഴയ്ക്കും. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിസ്സയുടെ ബേസ്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരമണിക്കൂർ വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിനെടുത്തിട്ട് ഇതുപോലെ ഒരു വലിയ പരന്ന പാൻ എടുക്കുക. അതിനകത്തേക്ക് ഇത് ബേസ് നന്നായിട്ട് ഫുള്ള് പരത്തി വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമുലിൻ്റെ ചീസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, വേറെ ഏതെങ്കിലും ആണ് എടുക്കുന്നത് അതും എടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ ഈ മസാല, പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഞാനിവിടെ ടൊമാറ്റോ ചില്ലി സോസാണ് എടുക്കുന്നത്. പിന്നെ ഈ വെജിറ്റബിൾസും. അപ്പോൾ ആദ്യം ഇതിനകത്തൊന്ന് ബേസ് ആക്കിയിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതേ സമയം കൊണ്ട് നമുക്ക് ഈ പാൻ നമ്മൾ ഡയറക്റ്റ് ഹീറ്റിലേക്കല്ല വയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ പാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർക്കാം. ഇപ്പോൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലൊരു മസാല ചേർക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു സ്മെൽ ഉണ്ടാവാറില്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കടയിൽ പിസ്സ മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ സോൾട്ട് വേണം, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ വേണം, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഡ്രൈ ബേസിൽ എന്ന് പറഞ്ഞാൽ തുളസിയിലയില്ലേ, ഉണങ്ങിയ തുളസിയില, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഡ്രൈ ഒറിഗാനോ ഇടുമ്പോഴാണ് ഈ പിസ്സയ്ക്കൊക്കെ ഒരു സ്മെല്ലുണ്ടാകുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ. ഇനിയിപ്പോൾ വീട്ടിൽ ഗാർലിക് പൗഡർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഗാർലിക് ചെറുതായിട്ട്
അരിഞ്ഞിട്ടിട്ടാലും മതി. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ റോസ്മേരി. അതൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാകാൻ പാടായിരിക്കും. ഞാൻ എന്തായാലും മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണ് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ റെഡ് ചില്ലി ഇല്ലേ, ഡ്രൈ റെഡ് ചില്ലി, വറ്റൽമുളക്, അത് നിങ്ങൾ ചെറിയ ചെറിയ പീസസ് ആക്കി ഇടുക, അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുക. ഇതെല്ലാം കൂടി ചേർത്താൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനും കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് സോസ് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചീസെല്ലാം ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കുറച്ചായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് വെജ് പീസ ആണല്ലോ ഉണ്ടാക്കുന്നത്. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം. ഈ മസാല ആഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് കൂടി പൊടിച്ച് ഇടാം. അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിൽ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിം ആക്കുക. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയും വേണം. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ.
നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കുമല്ലോ. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.